ബിജെപിയിൽ ചേരുമെന്ന പ്രചരണം നടത്തിയവർക്കെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് ഇ.പി. ജയരാജൻ നൽകിയ പരാതിയിൽ നേരിട്ട് കേസെടുക്കാനാവില്ലെന്ന് പോലീസ്. കേസെടുക്കാൻ തക്ക മൊഴിയോ സാഹചര്യ തെളിവോ ഇല്ല. കോടതി നിർദ്ദേശപ്രകാരം വേണമെങ്കിൽ കേസെടുക്കാമെന്നും പോലീസ്. പരാതിയിൽ അന്വേഷണം നടത്തി DGPക്ക് നൽകിയ അന്വേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇ.പി. ജയരാജൻ പരാതിയിൽ പറയുന്ന തരത്തിൽ കാര്യങ്ങൾ സാധൂകരിക്കുന്ന തരത്തിലുള്ള സാഹചര്യ തെളിവുകളോ സാക്ഷിമൊഴികളോ ഇല്ല എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കാനാവില്ലെന്ന് പോലീസ് വ്യക്തമാക്കിയത്. പരാതിയിൽ സമഗ്രമായി പ്രാഥമിക അന്വേഷണം നടത്തിയെങ്കിലും തെളിവുകളൊന്നും കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല. BJP നേതാവ് പ്രകാശ് ജാവദേക്കർ ഇ.പി. ജയരാജന്റെ മകന്റെ ആക്കുളത്തെ വസതിയിൽ ജയരാജനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അല്പസമയം മാത്രമാണ് കൂടിക്കാഴ്ച നടന്നത്. കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ പരാതിയിൽ പറയുന്ന തരത്തിലുള്ള ഗൂഢാലോചന നടന്നതായി സാധൂകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നേരിട്ട് കേസെടുക്കാൻ തക്ക യാതൊരു തെളിവും ലഭിച്ചതുമില്ല. കേസ് മാനനഷ്ടത്തിന്റെ പരിധിയിലാണ് വരുന്നത്. ഈ സാഹചര്യത്തിൽ കോടതി നിർദ്ദേശമുണ്ടെങ്കിൽ കേസെടുക്കാമെന്നും പോലീസ് വ്യക്തമാക്കുന്നു. പരാതിയിൽ അന്വേഷണം നടത്തി കഴക്കൂട്ടം അഡീഷണൽ കമ്മീഷണർ DGPക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇ.പി. ജയരാജൻ BJPയിൽ ചേരുന്നതായി വ്യാപക പ്രചാരണമുണ്ടായിരുന്നു. ഈ പ്രചരണത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നു എന്നാരോപിച്ചാണ് ഇ.പി. സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. പരാതി വിശദമായി അന്വേഷിച്ച് സമർപ്പിച്ച റിപ്പോർട്ടാണ് ഇ.പിക്ക് തിരിച്ചടിയായത്. ജനം, തിരുവനന്തപുരം.